സാമ്പത്തിക വളർച്ചയുടെ ചിലര് പറയും ഇവിടെ ഒരു വ്യവസായവും ഇല്ല. ഐടി ഞാൻ പറഞ്ഞല്ലോ. നവകേരള മാർച്ചോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു എന്നല്ല കുറെ മന്ത്രിമാരുടെ ഫ്ലക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നവകേരള ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നവകേരള സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിശേഷമാണ് ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളം 12% സാമ്പത്തിക വളർച്ചയുണ്ട്. അതിനകത്ത് വ്യവസായം വളർച്ച 17.2%. കേരളത്തിന്റെ ചരിത്രത്തിൽ സാമ്പത്തിക വളർച്ചയുടെ ആരും കാണാൻ പറ്റുന്നില്ല. മന്ത്രിമാരും എല്ലാവരും വലിയ ഒരു ലോഡ്. കേരളത്തിന്റെ സമ്പദ്ഘടന മികച്ച രീതിയിൽ ധനകാര്യ മാനേജ്മെന്റോട് ടൈറ്റ് സെക്യൂരിറ്റിയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അവരെ സ്വീകരിക്കാം. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് 360 പറയുന്നത് എന്താണെന്ന് അത് വായിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിന് സാമ്പത്തിക ഞെരുക്കമുണ്ട്. എന്നാൽ ചെറിയ കാര്യമല്ല. നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയിൽ നമ്മുടെ പൊതുവായ വരുമാനത്തിന്റെ 12% കൃഷിയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ 24% മാനുഫാക്ചറിംഗ് രംഗത്ത് നിന്നാണ്. 64% സേവന രംഗത്ത് നിന്നാണ് വരുന്നത്. നമ്മുടെ പ്രതിശീല വരുമാനം ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ പ്രതിശീല വരുമാനം 98,324 രൂപയാണ്. എന്നാൽ കേരളത്തിലെ പ്രതിശീല വരുമാനം 2,57,711 രൂപയാണ്. അപ്പൊ 97,374 പ്രതിശീല വരുമാനം കേരളം 2,57,711 രൂപത്തിലേക്ക് വരുന്നു. കേരളത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ 4% കേരളത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നു. ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പഠിക്കണം. അതിനാവശ്യമായ സ്കിൽ ഡെവലപ്മെന്റ് ഗവൺമെന്റ് വരുന്നു. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരളയാണ്. ഒരു ദിവസം പോലും പണി മുടങ്ങാതെ സെന്റർ ഫോർ സിന്തറ്റിക് ബയോളജി അത് കൊച്ചി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് മുഖ്യമന്ത്രി നോർവേയിലേക്ക് പോയി, ഇംഗ്ലണ്ടിലേക്ക് പോയി. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ബ്രസീൽ എന്ന് പറയുന്നത് നൊബേൽ സമ്മാനം കിട്ടിയ കണ്ടുപിടുത്തം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തി. ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മറ്റ് 2 വിദേശ യൂണിവേഴ്സിറ്റികളുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. ഒപ്പുവെച്ചിട്ട് തിരിച്ചിങ്ങ് വന്ന് അത് മറന്നു കളയുകയല്ല ഈ ഗവൺമെന്റിന്റെ രീതി. വീണ്ടും അവരുമായി ചർച്ച തുടർന്നു. 2016 മുൻപുള്ള കേരളം, 2016 ശേഷമുള്ള കേരളം, ആ വിഭജനം ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരള മാതൃക, ആ മാതൃകയുടെ മെച്ചങ്ങൾ ശക്തിപ്പെടുത്തി അവന്റെ കരുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ദൗർബല്യങ്ങൾ പരിഹരിച്ച് പശ്ചാത്തല സൗകര്യ വികസനവും ലോകത്തിന്റെ മുൻപിലേക്ക് തിരുത്താൻ കഴിയുന്നത് ജനങ്ങൾ നൽകിയ കരുത്താണ്. ആ കരുത്തിന് പ്രത്യേകതയുണ്ട്. അതിന് ഞാൻ എല്ലാവരുടെയും പേര് വിളിക്കാം. സ്വാഗതം. സഹോദരി സഹോദരന്മാരെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്.